ഹലോ അമ്മ. ഞങ്ങളിതേ കോതമംഗലത്തെത്തി. വീടെത്താനായി. എത്തിയിട്ട് വിളിക്കാം. ശരി. അയ്യോ എടി, ഞങ്ങളെ കോതമംഗലത്തെത്തി. ചേട്ടനെ തൃശ്ശൂർ ഡിവിഷനിൽ ട്രാൻസ്ഫർ ആയി. വിത്ത് പ്രൊമോഷൻ കോതമംഗലം GST ഓഫീസർ. ആളിപ്പോ GST ഓഫീസറാ. ചെയ്യാം, ചിലവൊക്കെ ചെയ്യാം. വരാം. താമസം അതവിടെ ഓഫീസിന്റെ അടുത്ത് തന്നെ ഒരു വീട് സെറ്റ് ആക്കിയിട്ടുണ്ട്. അധികം പകടി വാടക നില തന്നെ കിട്ടി. ചേട്ടൻ GSTയിലല്ലേ, ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരെങ്ങനെ മത്സരിക്കുവാ. ശരി, ഞാനേ ഹീമാനും കൂടി ഒന്ന് എത്തിന്ന് വിളിച്ചു പറയട്ടെ. ശരി, എന്നാ വെക്കുവാണേ. എന്റെ പൊന്നശ്വതി, ആ ഫോണൊന്ന് കട്ടി. വണ്ടി കേറിപ്പോ മുതൽ തുടങ്ങി. ഞങ്ങൾ അവിടെ ചെന്നിട്ട് വിളിക്കാം. ചേട്ടന് വേറെ ഒരു പണിയില്ല. ചേട്ടൻ എന്തൊക്കെ പറഞ്ഞാലും ചേച്ചി വിളിക്കാനുള്ളവരൊക്കെ വിളിക്കും. വീട്ടിലെത്തുന്നവരൊന്നും ചേച്ചിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. കണക്കാ. അതെ, അന്ന് പെണ്ണുകാണാൻ വന്നപ്പോഴേ ഞാൻ ഒരു സൂചന തന്നല്ലേ. അപ്പൊ ചേട്ടന് ചേച്ചിയെ കെട്ടിയേ പറ്റൂ. ഇനിയിപ്പോ സഹിച്ചോ. വരാനുള്ളത് വഴി തന്നില്ല. അങ്ങനെ ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഞാൻ അവളെ അമ്മാവന്റെ അടുത്ത് നിൽക്കാന്. അപ്പൊ നിങ്ങൾക്കത് പറ്റൂല. നിന്റെ മുറച്ചെറുക്കം വന്നിട്ടുണ്ടാവുമല്ലോ, ആ കള്ളപൂജാരി. എടി, അറിയാൻ മേലാത്തോണ്ട് ചോദിക്കാം. അവൻ ഈ നാട്ടിലെങ്ങും ആരും പറ്റിക്കാൻ കിട്ടാത്തോണ്ടാണ് അങ്ങ് ആന്ധ്രയിൽ പോയി പൂജിക്കുന്നത്. ചേട്ടാ, ആവശ്യമില്ലത് പറയരുത്. ദൈവകോപം കിട്ടും. നഗലേട്ടൻ പാവാം. അല്ല, നിങ്ങൾക്കുണ്ടായിരുന്നല്ലോ ഒരു മുറപ്പെണ്ണെ, ശാരിക. അവളെ കെട്ടാൻ പറ്റത്തിന്റെ വിഷമല്ലേ നിങ്ങൾക്ക്? ഈ കഥ ഉണ്ടാക്കല്ലേ. വാ, നിനക്ക് അവിടെ ചെന്നിട്ട് എന്തോ ഷോപ്പിംഗ് ഒക്കെ ഉണ്ടെന്നല്ലേ പറഞ്ഞ. വാ എന്റെ പൊന്നുമോള്, വാ കേറിക്ക്. മഴ വരുന്നു. പൊന്നുമോള് കയറി. നൈസായിട്ട് ഡീലാക്കിയല്ലേ. ജീവിക്കണ്ടേ. എങ്ങനെയുണ്ട് നമ്മുടെ പുതിയ വീട്? ചേട്ടൻ പറഞ്ഞെങ്കിലും ഞാനത്ര വിചാരിച്ചില്ല. എങ്ങനെയുണ്ട്? അടിപൊളി. സാറ് പറഞ്ഞിരുന്നു നിങ്ങൾ വരുമല്ലോ. എന്താ മോളുടെ പേര്? പൂജ. ഇത്തയുടെ വീട് എവിടെ? കാണുന്ന വീട് അവിടെ. സാറേ, നമുക്ക് വർത്തമാനം പറഞ്ഞാൽ പോലെ ഇത് ഇറക്കണ്ടേ? പിന്നെ അല്ല, അതിന് മുന്നേ ചില കാര്യങ്ങളൊക്കെ ഇല്ലേ. എത്രയാവും? ഏകദേശം ഒരു 5000 രൂപ സാറേ. 5000 രൂപയാ? ഈ പെട്ടിയാട്ടയിൽ 2 പെട്ടി ഇറക്കുന്നതിന് 5000 രൂപയാ? ഇതെല്ലാം ചോന്ന് മേളിൽ കയറ്റണ്ട സാറേ. ഞാൻ ഇത് പുഷ്പം പോലെ അല്ല, വേണ്ട, നമുക്ക് ഒന്ന് പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്തൂടെ? എടാ സുധി, 5000 രൂപയോ? ഈ പാവത്തുങ്ങളെ നീ കൊല്ലുവോ? ഇതിലിടപെടണ്ട. ഇത് ഞങ്ങൾ തൊഴിലാളികളുടെ പ്രശ്നം. മോട കണ്ട സുഹറ ഇടപെടും. ഒരു തൊഴിലാളി വന്നിരിക്കുന്നു. എന്റെ അനിയനുണ്ടായിരുന്നെങ്കിൽ ഒറ്റയ്ക്ക് ഇറക്കിയാനേതല്ല. പിന്നെ അവനാ ഇത് മൊത്തം അവൻ ഇറക്കുവാണെങ്കിൽ 5000 ഞങ്ങളങ്ങ് വിട്ടിട്ട് ഒരു 500 അങ്ങ് തരും. പറ്റണ്ട? എന്നാ ഇപ്പൊ ശരിയാക്കി തരാം. ആ സൽമാന്റെ കാര്യമാണോ പറഞ്ഞത്? എടാ സൽമാനെ, നീ എവിടെയാ? അത്യാവശ്യമായിട്ട് ഇവിടെ വരെ വന്നേ. ഞാനിവിടെ നല്ല തിരക്കില്ല. എന്താ കാര്യം? നിന്നോട് ഇവിടെ വരെ വരാനല്ലേ പറഞ്ഞേ? ആ പ്രിൻസ് സാറിന്റെ വീട്ടിലൊരു പ്രശ്നം. എന്നാ ശരി, ഞാൻ വരാം. എന്നാ ശരിടാ. ആ സൽമാന്റെ എത്തിയാണ്. നിനക്ക് മനസ്സിലായില്ലേ? എന്നാ നിന്റെ 500 പോയി. എന്റെ 500 അല്ല, നമ്മുടെ 500. നിന്റെ ആരാണ് എന്റെ സ്ഥാനത്തോട്ട്? കണ്ടോ, എന്റെ അനിയനാ. എടാ, ഞങ്ങളുടെ വെക്കിട്ട് കയറി, അതിന്റെ വെക്കിട്ട് കയറി. എടാ സൽമാനെ, അവിടെയല്ല പ്രശ്നം, ഇവിടെയാ പ്രശ്നം. അവിടെയാണ് പ്രശ്നം. എന്താ പ്രോബ്ലം? അവനെ ഈ സാധനം മുഴുവൻ ഒറ്റയ്ക്ക് ഇറക്കും. ഞാൻ ഒറ്റയ്ക്കാ? ഒറ്റയ്ക്ക്. ശരിക്കും സൽമാനെ, ഇറക്കട മൊത്തം. എന്റെ 500 പോയടാ.
കണ്ടാ ഞാനിത് ഫുൾ ഒറ്റയ്ക്ക് ഇറക്കിയത്. അയ്യോ എന്റെ പൊന്ന് സൽമാനെ, നീ ഞങ്ങളുടെ തൊഴിലാളികളെ വയറ്റത്തടിക്കാനായിട്ട് നീ ഇറക്ക് വല്ല ദുബായിലും പോകാൻ പാടില്ല. പിന്നെ എന്റെ പട്ടി വന്നു പാലും ഒന്ന് പോടാ. ആ പൈസ എടുക്കണ എൻ്റെ സൂറത്താ, ഞങ്ങളുടെ തൊഴിലാളി വർഗത്തിന് ശാപം ഇത്താക്ക ഉണ്ടാവൂത്ത. ഇത് വെക്ക്. ഇവിടെ മോനെ നിനക്ക് പുതിയ ആൾക്കാരെ പരിചയപ്പെടണ്ടേ? എന്നാ വാ. അല്ലെങ്കിൽ വേണ്ട, പരിചയപ്പെട്ടത്ര തന്നെ മതി. എന്നാലേ ഞാൻ പുതിയ പത്തിരി കോഴിക്കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആണോ? പരിചയപ്പെടാൻ കുറെ പണിയുള്ള ഇവനൊന്ന് കുറെ പണിയുള്ള വർക്കിലാണ് കാര്യം. അതെ, നമ്മുടെ പ്രാവശ്യത്തോളം പുതിയ വീട്ടിലല്ലേ. അതെ, അതെ, അമ്മാവനെ ഓണം നമ്മുടെ കൂടെ കൊള്ളാമെന്നുണ്ട്. പിന്നല്ല അമ്മാനും മതങ്ങളെ എല്ലാരും വിളിച്ചു. ഓണമല്ലേ എല്ലാവർക്കും. പിന്നെന്താ ധൈര്യമായിട്ട് വിളിച്ചോ. ഓണമായിട്ട് നമ്മളിവിടെ അടിച്ച് പൊളിച്ച് ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട്. അതൊന്ന് മഴയൊന്നും തോരട്ടെ, എന്നിട്ട് എടുക്കാം. കാറ്റ് നമുക്ക് സെമി ഫർണിച്ചർ, അപ്പോൾ കുറച്ച് ജോലിയുണ്ട്. വാ, എല്ലാം ഒന്ന് കയറി കണ്ടോ. ഒരുപാട് നമ്മൾ അടഞ്ഞു കിടക്കുന്ന വീടെന്നൊരു ഫീലില്ല അല്ലേ? നിനക്കിത് എന്താ മനുഷ്യ, കൊറേ നേരമല്ലോ. അല്ല, ഈ ഫ്രെയിം മാത്രമായിട്ട് അവിടെ ഇരിക്കുന്ന എന്തോ ഒരു സുഖമില്ലായ്മ അല്ലേ? തുടങ്ങി കുറ്റാന്വേഷണം. ചേട്ടന് വേറെ ഒരു പണിയില്ല, നീ അതിന്റെ പുറകെ പോ. ഏയ്, നീ ഫോണിൽ തോണ്ടിക്കൊണ്ടി കിടന്നുറങ്ങി. ഓ, നാളെ ഒരുപാട് പണികളോ മുറ്റം മുഴുവൻ അടിച്ചു വരാനുള്ള. അത് വല്ല പഴയ താമസക്കാരുടെ ആയിരിക്കും. എന്നാലും അത് അവിടെ ഇരിക്കുന്ന ഒരു സുഖമില്ല. ഞാൻ ഒരു കാര്യം ഇളക്കി തന്നെ ഞാൻ വർക്ക് ഏരിയ ഞങ്ങളെ കൊണ്ട് കളയാം. സൂക്ഷിച്ച്. ഓ, പരിസരം ഉറങ്ങിക്കളയല്ലേ. എന്നാലും ഇതിലെന്തായിരിക്കും? പറഞ്ഞോട്ടാ.